സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടിപ്പിച്ച സംഘാടകരോട്, ഇതിൽ പങ്കെടുക്കാൻ വന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതിയാണ് വലുതെങ്കിൽ, അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൽമ് കേൾക്കാൻ തയ്യാറാണ്, ഇൽമ് പഠിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യണം. ഈ ലോകത്ത് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. 5 സ്ഥലങ്ങളെ സംബന്ധിച്ച് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ കഅബ ശരീഫ്. ആ കഅബ ശരീഫിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണല്ലോ കഅബയുടെ വാതിൽ ഉള്ളത്. തെക്ക് കിഴക്ക് മൂലയിലാണ് അതിന്റെ ഹജറുൽ അസ്വദ് എന്ന കല്ലുള്ളത്. ഈ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിന്റെയും തെക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വാതിലിന്റെയും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് മുൽതസം എന്നാണ് പേര്. സാധാരണ നമ്മുടെ വീടുകളുടെ വാതില് പോലെയല്ല കഅബയുടെ വാതിൽ. നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയ്ക്ക് ഭിത്തികൾ പടുത്തുയർത്തിയപ്പോൾ അത് സാധാരണ വീടുകൾക്ക് വാതിൽ വെക്കുന്നത് പോലെ തറയോട് ചേർത്തിയിട്ടാണ് വാതിൽ വെച്ചിരുന്നത്. പിൽക്കാലത്ത് ഖുറൈശികൾ കഅബ പുതുക്കിപ്പണിത സന്ദർഭത്തിൽ ആ കഅബയുടെ വാതിൽ ഒത്തിരി പൊക്കി. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം അതിലേക്ക് പ്രവേശനം നൽകുന്നതിനെ അവര് പ്രത്യേകം കോണി വെച്ചുകൊണ്ട് ആ കഅബയിലേക്ക് കയറാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെ. എല്ലാവർക്കും കഅബയിലേക്ക് കയറാൻ കഴിയില്ല. ആ കഅബയുടെ വാതിലിന്റെയും കഅബയുടെ തെക്കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദിന്റെയും ഇടയ്ക്ക് മുൽതസം എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് വെച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നത്. ആ കഅബയുടെ വാതിലിന്റെ ഉമ്മരപ്പടിയോട് കൈവച്ചുകൊണ്ടാ നമ്മളെപ്പോഴും ദുആ ചെയ്യാറുള്ളത്. നിങ്ങൾ 24 മണിക്കൂറും ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ ജനത്തിരക്കില്ലാത്തൊരു സന്ദർഭമില്ല. 1ഉം 2ഉം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഅബയുടെ കില്ലയിൽ തൂക്കി ഒരു കയറ് പിടിച്ചിട്ട് 24 മണിക്കൂറും അതിഭയങ്കരമായ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണത്. ആ പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്തിനാണ് ജനങ്ങൾ അവിടെ തിക്കും തിരക്കും കൂടുന്നത്? ഈ പറഞ്ഞ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ഇരച്ചു കയറാറുണ്ട്. പഴയതുപോലെയല്ല, ഇപ്പൊ സംവിധാനങ്ങൾ കൂടുതലാ. എന്നാലും ആ എത്ര തിക്കും തിരക്കിലും പെട്ട് മരിക്കുമെന്ന് കണ്ടാൽ പോലും ആ കഅബയോട് ചേർത്തി തന്റെ ശരീരം ഒന്ന് അമർത്തിവെച്ച് ആ ഉമ്മരപ്പടിയിലൊന്ന് കൈവച്ചുകൊണ്ട് ദുആ ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് തിക്കും തിരക്കുമാണ്. 24 മണിക്കൂറും അങ്ങനെയാണ്. എന്തേ? ആ സ്ഥലത്തെ സംബന്ധിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞതാണ് കാരണം. പിന്നീട് കഅബയുടെ വടക്കുഭാഗം, ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഒരു മിഹ്റാബുണ്ട്. എല്ലാ പള്ളിയുടെയും മിഹ്റാബ് അത് കഅബയുടെ നേരെ. എന്നാൽ വിശുദ്ധ കഅബയുടെ മിഹ്റാബ് പോലെ വളച്ചു കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ 3/4 ഭാഗവും കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബയിൽ പെട്ടതാണ്. പിൽക്കാലത്ത് ഖുറൈശികൾ കഅബ പുതുക്കി പണിതപ്പോൾ കഅബയിൽ നിന്ന് പൊളിച്ചെടുത്തിരിക്കുന്ന കല്ലുകളും മണ്ണുകളും തികയാതെ വന്നപ്പോൾ
നമ്മുടെ സമ്പത്ത് അത്ര ശുദ്ധമല്ല എന്ന് മനസ്സിലാക്കി അവർ കഅബ പരമാവധി ചുരുക്കി ആ ഭാഗം കഅബയിൽ നിന്ന് പുറത്താക്കിയിട്ടാ പടുത്തത്. അതിന്റെ 3/4 ഭാഗവും കഅബയിൽപ്പെട്ടതാണ്. അതിന്റെ പേര് ഹിജ്ർ ഇസ്മായിൽ എന്ന മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഖബറും അതിനകത്താണ്. ഇരിക്കട്ടെ, ആ സ്ഥലത്തെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തോപ്പാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും അവിടെ ഒന്ന് നിസ്കരിക്കാൻ, 2 റക്അത്ത് നിസ്കരിക്കാൻ തിക്കും തിരക്കുമാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കഅബത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്വർണത്തിന്റെ പാത്തിയുടെ താഴ്ഭാഗത്ത് ഹിജ്ർ ഇസ്മായിൽ ചാരിയിരുന്നു കൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉസ്മാനേ, സ്വർഗത്തിലിരുന്നു കൊണ്ടാണോ സ്വർഗം ചോദിക്കുന്നത്? ഹിജ്ർ ഇസ്മായിൽ അത് സ്വർഗത്തോപ്പിൽപ്പെട്ടൊരു തോപ്പാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ക്യൂ സിസ്റ്റം പാലിക്കുകയാ. നട്ടുച്ച സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ വെയിലിന്റെ ചൂട് കൊണ്ട് എത്ര വിയർത്താലും എത്ര ചൂട് സഹിക്കേണ്ടി വന്നാലും അവിടെ ഒന്ന് നിസ്കരിക്കാൻ സമയം കിട്ടുമെന്ന് കരുതി, അവസരം കിട്ടുമെന്ന് കരുതി മണിക്കൂറുകളാൽ ആളുകൾ താണ്ടുന്നത്, ആളുകൾ കാത്തു നിൽക്കുന്നത് മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് സ്വർഗത്തോപ്പെന്ന് തങ്ങൾ പറഞ്ഞ സ്ഥലമാണ്. കഅബാലയത്തിന്റെ അങ്ങ് തെക്ക് പടിഞ്ഞാറൊരു മൂലയുണ്ട്. ആ തെക്ക് പടിഞ്ഞാറ് മൂലക്കൊരു പേരുണ്ട്, റുക്നുൽ യമാൻ. മൂല എന്നുള്ള നിലയിൽ ഏറ്റവും പവിത്രമായ മൂലയാ. അതേ സമയത്ത് ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടാ കിഴക്ക് ഭാഗത്തെ മൂലക്ക് പ്രത്യേകത കിട്ടിയത്. അതേ സമയത്ത് കഅബാലയത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല, ആ മൂല മുതൽക്ക് അതേ ഹജറുൽ അസ്വദ് വരേക്കുമുള്ള ഒരു സ്ഥലമുണ്ട്. ഹബീബായ തങ്ങള് തവാഫിൽ പല ദിക്റുകളും ചെല്ലുമ്പോൾ സയ്യിദുൽ അദ്കാർ ചൊല്ലിയിരുന്നത്, പ്രാർത്ഥന നിർവഹിച്ചിരുന്നത് അവിടം വിട്ടുകിടക്കുമ്പോഴാ. അതിനെക്കുറിച്ചും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്വർഗത്തോപ്പാണെന്ന്. അല്ലാ, പിന്നീടൊരു സ്വർഗത്തോപ്പുണ്ട്. ആ സ്വർഗത്തോപ്പാണെന്ന് ഏതാണെന്ന് അറിയില്ലേ? മബൈന ഖബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പവിത്രമായ വീട്, ആയിഷ ബീവിയുടെ വീട്, തങ്ങൾ താമസിച്ചിരുന്ന റൂം, ആ റൂമിന്റെയും മദീന പള്ളിയുടെ മെഹ്റാബിന്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലമല്ലയോ? വളരെ ചെറിയ സ്ഥലമല്ലയോ? ആ സ്ഥലത്ത് ഒന്ന് നിസ്കരിക്കാൻ അവസരം കിട്ടാൻ, അവിടെ വെച്ചൊരു ദുആക്ക് അവസരം കിട്ടാൻ ഇന്ന് എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് അനുമതി തേടേണ്ടത്? എത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്? മണിക്കൂറുകളാ ആ അതിന്റെ പുറംഭാഗത്ത് നട്ടുച്ച സമയത്ത് പോലും കാത്തു കെട്ടിക്കിടക്കുന്നത്, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത്. അവിടുത്തെ തിക്കും തിരക്കും അനുഭവപ്പെട്ട് വീണുപോയാലും ഒരിക്കൽ കൂടി മടങ്ങി വരാൻ, ഇവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാൻ, ഇവിടെ വെച്ചൊരു പ്രാർത്ഥന നിർവഹിക്കാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാത്തവരുണ്ടോ? ആഖിർ സമാനിലെ മക്കളെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആ പ്രസർവാക്കപ്പെട്ട മണ്ണിന്റെ പ്രത്യേകത? ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായതാണോ? അതല്ല ജിബ്രീലിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായതാണോ? അല്ല അല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട റൂമിൽ നിന്ന് മിഹ്റാബിലേക്കല്ല മിമ്പറിലേക്ക് ഇൽമു പറയാൻ മുത്തുനബി നടന്ന സ്ഥലമാണ്. മിമ്പറിനേക്കാൾ കൂടുതൽ തങ്ങൾ നിന്നത് മിഹ്റാബില. ഏറ്റവും കൂടുതൽ തങ്ങൾ പോയത് മിഹ്റാബിലേക്കാ. എന്റെയും എന്റെ വീടിന്റെയും മിഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലമെന്ന് പറഞ്ഞില്ല, മറിച്ച് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ആലിമ് ഇൽമു പറയാൻ വേണ്ടി നടന്ന സ്ഥലമാ. അതിനോളം പുണ്യമുള്ളൊരു സ്ഥലം ഉലകത്തില് വേറെയില്ല. റസൂല് ഇൽമു പറയാൻ പോയ സ്ഥലമാണത്. അതല്ല തങ്ങൾ നടന്ന സ്ഥലമാണെങ്കിൽ പറയേണ്ടത് മിഹ്റാബ് എന്നല്ലേ. കാരണം മിമ്പർക്ക് എപ്പോഴും പോകില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ മിഹ്റാബ് പോവുള്ളൂ. മിഹ്റാബിക്ക് എപ്പോഴും പോകില്ലേ? എന്നാ തങ്ങൾ അങ്ങനെ പറയണ്ടേ? അപ്പോ ഒരു ആലിമ് ഇൽമു പറയാൻ വേണ്ടിയിട്ട് നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആലിമ് ഇൽമു പറയുന്ന മജ്ലിസ്, ഇൽമു പറയാൻ ഇരിക്കുന്ന മജ്ലിസ്, ഇൽമു കേൾക്കാൻ ഇരിക്കുന്ന മജ്ലിസ്, അത് സ്വർഗ്ഗത്തോപ്പാ. അല്ലാ അല്ലാ, എന്റെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് കഅബാലയത്തിലേക്ക് പോകുമ്പോ, മദീനയിലേക്ക് പോകുമ്പോ, മുത്തുനബിന്റെ റൗളയിലേക്ക് പോകുമ്പോ, അല്ലാ അല്ലാ, ഉഹ്റബിയായ ആലിമീങ്ങള് ഇൽമു പറയുന്ന മജ്ലിസിനോട് നമ്മിൽ പലർക്കും വെറുപ്പല്ലയോ, പുച്ഛമല്ലയോ? മജ്ലിസുൽ ഇൽമാണ്, ഇരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ പ്രവർത്തകന്മാര് മുതഅല്ലിമീങ്ങള് എത്ര പാടുപെട്ടുകൊണ്ടാണ് ഈ ചെയർ കൊണ്ടിട്ടത്, ഈ സദസ്സൊരുക്കിയത്, ഈ മജ്ലിസ് സംഘടിപ്പിച്ചത്. അതിലൊന്നിരിക്കാൻ, പുണ്യം നേടാൻ, സ്വർഗത്തിലൊന്നിരിക്കാൻ ആത്മാർത്ഥതയുണ്ടോ? ഹബീബ് തങ്ങൾ പറഞ്ഞ വാക്ക് വ്യത്യാസമില്ല. മറ്റൊരു സ്വർഗത്തോപ്പും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഊ ഫിഹാ. നിങ്ങൾ സ്വർഗത്തോപ്പിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ കണ്ടില്ലെന്ന് വെക്കല്ല, അവഗണിക്കല്ല, പിന്തിരിയല്ല. ആ സ്വർഗത്തോപ്പിൽ സ്വൽപ്പസമയം നിങ്ങൾ ഒന്ന് മേയണേ, അവിടെ ഒന്നിരിക്കണേ, അവിടെ ഒന്ന് തങ്ങണേ. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യഥേഷ്ടം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന, മേയാൻ പറ്റുന്ന സ്വർഗത്തോപ്പ് ഏതാ? മജാലിസുദ്ദിക്രി, റബ്ബിനെ പറയുന്ന മജ്ലിസ, മുത്തുനബിയെ പറയുന്ന മജ്ലിസ, ആഖിറത്തെ പറയുന്ന മജ്ലിസ, ഓർമ്മപ്പെടുത്തുന്ന മജ്ലിസ,
സൃഷ്ടാവായ റബ്ബിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന മജ്‌ലിസ. എന്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ കമന്റ് വേണ്ട, അഭിപ്രായം വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, ആത്മാർത്ഥതയുണ്ടോ? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിലും അവിടുന്ന് നിർദ്ദേശിച്ചതിലും അവിടുന്ന് പഠിപ്പിച്ചതിലും അവിടുത്തെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കണമെന്നതിലും ആത്മാർത്ഥതയുണ്ടോ? മുഅ്മിൻ അവഗണിക്കുമോ?